കാണിച്ചോ കണ്ടോ, കൊല്ലി നിറച്ച മീനാണ് കണ്ടോ ഗൈസ്. നമ്മൾ ഈ ഒറ്റ എത്ര മീനുണ്ട്? 6 മീനുണ്ട്. അതായത് 4 വരാലും. മീൻ അടിച്ചോ എന്റെ പൊന്നെ, വസ്തു മീൻ വരുന്നുണ്ട്. അടിച്ചു ഗൈസ്, അടിച്ചു ഗൈസ്. രണ്ടാമത്തെ മീനുണ്ട്, മൂന്നാമത്തെ കാസിങ്ങിന്. ചേറാൻ വന്നേ, ചേറാൻ വന്നേ. എന്തുവാ ഇത്? ചേറാന്ന് പറഞ്ഞ ചേറാൻ പറഞ്ഞ നിങ്ങൾ. നമ്മൾ ഫസ്റ്റ് കാശാണ് ചൂണ്ടയൊക്കെ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വട്ടം പറഞ്ഞാൽ നമ്മളോട് ആ ചപ്പ് നിൽക്കുന്നിടത്ത് നമ്മൾ മീൻ അടിക്കുന്നതായിരിക്കും. ബാക്കിൽ നിന്ന് ഹോലിയിടല്. കല്ലിവല്ലി, അല്ലിവല്ലി, ഗുലാബി, ഗുലാബി. അല്ല നമുക്ക് വല്ലപ്പോഴൊക്കെ കാണണം. വീഡിയോ കാണത്തില്ല, കൂടെ വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ടില്ല ഇടുന്നതെന്ന്. ആരെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല. മീൻ അടിച്ചോ എന്റെ പൊന്നെ, വസ്തു മീന്. എപ്പടി ഇരിക്കടാ, എപ്പടി ഇருக்கு. ഞാൻ പറഞ്ഞില്ലേ മീനടിക്കും മീനടിക്കുന്ന പറഞ്ഞാൽ മീനടിച്ചിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ ചെയ്യാറുള്ളൂ. മീനടിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീൻ അടിപ്പിച്ചിട്ടുണ്ട്. കേറുന്നത് കൂടെ മാത്രം അറിയാം. വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പിടിക്കുക. നമുക്ക് പറഞ്ഞു പിടിക്കുക ശീലം മാത്രമേ ഉള്ളൂ. എന്റെ മോനെ, ഞാൻ ഇവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ, ഇവിടെ പോയാ ഇങ്ങനെ കാണിച്ചടാ. കിഴക്കൻ ചേറാൻ കഴിച്ചു, കിഴക്കൻ ചേറാൻ കണ്ടേ. റൈഡിന്റെ കറക്റ്റ് കപ്പാസിറ്റി ഇപ്പൊ അറിയാം. ചേട്ടനെ നോക്കട്ടെ. പൊന്നെ പൊളി ഐറ്റം. ക്യാമറ നോക്കടാ. ഹെവി സാധനം. എന്റെ പൊന്നെ, പറഞ്ഞ് മീൻ പിടിക്കുന്നുണ്ടോ. അതാണ് രോഗി ഫിഷ് കേട്ടോ. നമ്മൾ പറഞ്ഞേ മീൻ പിടിക്കാറുള്ളു. കാണിച്ചു തരാം, കറക്റ്റായിട്ട് കാണിച്ചു തരാം. എന്റെ പൊന്നെ, എന്റെ പൊന്ന് അയ്യോ, ജസ്റ്റ് സാധനം കേട്ടോ. ഒരു 2 കിലോ മസ്റ്റായിട്ടുണ്ട്. ആണ്ടാ, നല്ല പടക്കായിട്ട്. എൻ്റെ പൊന്നെ, നല്ല ഉരുണ്ട സാധനം. എനിക്ക് നല്ല അടിപൊളി ചേറാൻ കേട്ടോ. നമ്മൾ വന്നു, നമ്മൾ പറഞ്ഞു കാസ്റ്റ് ചെയ്ത് മീനടിക്കും. ഫസ്റ്റ് കാസ്റ്റിങ് നമ്മുടെ ഫ്രോ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കില്ലാടി ഫ്രോ തന്നെ കേട്ടോ, ഒന്നും പറയാം. നല്ല ഉരുണ്ട ചേറാൻ, നല്ല അടിപൊളി ഭംഗിയുള്ള ചേറാൻ കേട്ടോ. മാണ്ട കാല കരിമുട്ടി സാധനം, പൊളി പൊളി. എൻ്റെ എന്തോടാ, എന്തോ പറയാടാ പറഞ്ഞത്. പോകൂടാ, കൊല്ലിയാടാ, കൊല്ലി വയസ്സാണ്. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസ് ആണ് നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യട്ടെ. പറഞ്ഞ് മീൻ പിടിക്കാനുണ്ടോ, പറഞ്ഞ്. അതൊക്കെ ലക്കാണ് കഴിച്ച്. കൊല്ലിയത് കൊല്ലിയത് കോടിയൊക്കെ കാരണം പറഞ്ഞ് മീൻ പിടിക്കില്ല. ഇവിടുന്ന് ഫുൾ ലെങ്തിലാണ് അവരെ പോയത്. എന്റെ എറിഞ്ഞ് കറക്കുന്നതിന് പിന്നെ അടി വെട്ടി സാധനം കൊണ്ടുപോയി എന്തോ കൊണ്ടുപോയി ഡ്രാഗ് എടുത്തായിരുന്നു. റൈഡ് കേട്ടോ, മപ്പ് റൈഡ്. നമ്മള് രണ്ടാമത്തെ മീനെ പിടിക്കാൻ പോവാണ്. രണ്ടാമത്തെ മീൻ ഞാൻ അത്ര വരാലല്ലോ ആയിരിക്കുന്നത്. എന്തോ വര പടത് വന്നേ. ചപ്പനകത്ത് ഇറങ്ങിയ ഒറ്റക്ക്. സൈക്ക്
രണ്ടാമത്തെ മീൻ സ്ട്രൈക്ക്. എന്റെ അവരടിച്ചില്ലടാ. അഥവാ എടുക്ക വലിയ അലമ്പുണ്ടാന്ന് ചോദിച്ചു. ഒറ്റ കൊടുത്തല്ലേ അലമ്പി പൊട്ടിപ്പോയാലോ വിചാരിച്ചിട്ട്. അയ്യോ അയ്യോ. അതെ, രണ്ടാമത്തെ കാസ്റ്റിങ്ങിന് രണ്ടാമത്തെ മീൻ കയറിയനെ. ജസ്റ്റ് മിസ്. ഫുൾ ഓൺ ഫുൾ പവർ. വരുന്നുണ്ട്. അടിച്ചു കൈസ്. രണ്ടാമത്തെ മീൻ മൂന്നാമത്തെ കാസ്റ്റിങ്ങിന് അടിച്ച് എങ്ങനെയുണ്ട് നമ്മുടെ ഫിഷിങ്? ഇറ്റ്സ് എ വെറൈറ്റി ഫിഷിങ്. ചപ്പായിട്ടുള്ള വർഷം മാത്രമേ ഉള്ളൂ അവിടെ മീൻ വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ചെയർമീൻ ഫ്ലോയിൽ വരാല് കയറിയിരിക്കുന്നത് ആദ്യത്തെ സംഭവമാണ്. എൻ്റെ പൊന്നെ, പൊളി. നമ്മുടെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട്, ഒരു വരാല് കയറിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മൂന്നാമത്തെ കാസ്റ്റിങ്ങിന് നമ്മുടെ രണ്ടാമത്തെ മീൻ കയറി. രണ്ടാമത്തെ കാസ്റ്റിങ്ങിന് ഇപ്പം നമ്മൾ സ്ട്രൈക്ക് ചെയ്തായിരുന്നു കണ്ടോ. അവിടെ ആദ്യത്തെ മീൻ അവിടെ കിടപ്പുണ്ട്. കൊല്ലിയെടുത്തോടാ. അല്ല, നല്ല കിടുക്കൻ വരാല് കേട്ടോ, അടിപൊളി വരാല്. അടിപൊളി പ്രോപ്പറായിട്ട് ഹുക്കായിട്ട് കേട്ടോ. 2 ഹുക്കുമായിട്ടുണ്ട്. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഞാനങ്ങ് തോട്ട്. മൂന്നാമത്തെ മീൻ വരുന്നുണ്ട്. മൂന്നാമത്തെ വരാല് രണ്ടാമത്തെ വരാല് പോയിരിക്കുന്നു. നമ്മളെ തകർക്ക്. എൻ്റെ വായുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടോ ആണ്ടോ അനങ്ങുന്നല്ലോ. കണ്ടോ ഒരാൾ പോന്നി അവിടെ അടി കണ്ടടാ. പ്രോഗ്രാം ആയിരുന്നു. ഒരാളിന് ഇറങ്ങി പോകാൻ തോന്നുമല്ലോ. മൂന്നാമത്തെ ചേറാൻ, ഫസ്റ്റ് ചേറാൻ, രണ്ടാമത്തെ വരാൽ, വീണ്ടും വരാൽ അടിക്കാത്തൊരു ഫ്ലോ ആയിരുന്നു ഗൈസ്. ഇനി വരാൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. പണിയായല്ലോ. ചെറിയ കൊല്ലിയായോണ്ട് അതിന് വാങ്ങി കണ്ട വേറെ ഉണ്ട് മീനൊക്കെ കിട്ടും. മീനൊന്നും കളയാതെ അതിനൊക്കെ എടുത്തോളൂ, വറക്കാതെ തീരെ വെക്കാതെ. ഇപ്പോഴും അവസരമുണ്ട്. ആ മീൻ ഇതുവരെ പോയിട്ടില്ല. നിനക്ക് അവസരമുണ്ട്.
നാലാമത്തെ മീൻ വരുന്നുണ്ട്. അയ്യോ ചപ്പിൻ്റെ ഉണ്ടയ്ക്ക് അന്നെ കേറിയെന്ന് പറയാം. വലിയ ചപ്പിൻ്റെ ഉണ്ടയ്ക്കത് ഓടാൻ പറ്റുമെന്ന് തോന്നുന്നു. വരുന്നുണ്ട്. നാലാമത്തെ മീൻ വരുന്നുണ്ട്. നാലാമത്തെ മൂന്നാമത്തെ വരാല്ലോ കേട്ടോ. ടോട്ടൽ നാലാമത്തെ മീൻ. നാലാമത്തെ മീൻ. കൊല്ലി നോക്കൂ. കൊല്ലി ഉണ്ടാ അടിപൊളി. നല്ല കിടുക്കം വരാല് പിടിച്ചിട്ട് കുറച്ച് നാളായി ഗൈസ്. കൊട്ടഞ്ചിയുള്ളത് മാറ്റിയായിട്ട് കൊട്ടഞ്ചി പോകുന്നത്. ചേറാൻ വന്നേ എന്തുവാ ഇത്? എന്തൊക്കെയാണ് ഇത്? ചേറാണോ? പറഞ്ഞു ചേറാൻ പിടിക്കുക. എന്തൊക്കെ കോമഡിയൊക്കെ നടക്കുന്നത്. എന്തൊക്കെ കോമഡി നിയമങ്ങളാ കഴിച്ച്. ചേറാണോ? അയ്യോ അവിടെ എനിക്ക് ചേറാൻ സൈസ പോരാ. ഞങ്ങളൊക്കെ ചേറാനായിരിക്കും. അയ്യോ അടിപൊളി. കുഴപ്പം വരാല് ചേറാൻ വന്നേന്നല്ലേ പറഞ്ഞില്ല. വരാല് വന്നെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അച്ഛനെ മാറിപ്പോയെന്നില്ലല്ലോ. നല്ല ഉരുണ്ട വരാല് കേട്ടോ. ഇത് വിയറ്റ്നാം വരാല കേട്ടോ. നാടനല്ല, വിയറ്റ്നാം വരാലാണ് കേട്ടോ. നല്ല വെള്ള കളറ് അടിപൊളി കണ്ട. പൊളി. സെയിം ഫ്രോഗ് സെയിം ലൊക്കേഷൻ. എത്രാമത്തെ ഏടാ? 5 4 നാലാമത്തെ മീനാണ് കഴിച്ചത് നമ്മുടെ. ഈ ചോട്ടാക്കുഞ്ചി എടുത്ത് കഴിക്കുന്നത് ചാര വരാൻ. നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ? കാണുന്നില്ലേ മറ്റുള്ളവർക്കുള്ള ഷെയർ കൊടുക്കുക. മനസ്സിലായോ? നമ്മളെ വീഡിയോസ് എല്ലാവരും പിടിച്ചിരുത്തി കാണിക്കുക. നമ്മൾ പറഞ്ഞ് വണ്ണം സൈസും നീളമൊക്കെ പറഞ്ഞ് നമ്മൾ മീൻ പിടിക്കാറുള്ളൂ. നമ്മളാരും പറ്റിക്കാറില്ല. വന്ന് ഇടയ്ക്കാരും കയറി ആ ചേറാൻ സൈഡിൽ കൂടെ വന്നായിരുന്നു. ഇപ്പം ഒരു ചേറാൻ അടിക്കുന്നത്. ചേറാന്ന് പറഞ്ഞ ചേറാൻ പറഞ്ഞ നിങ്ങൾ എന്ത് കുഞ്ഞു കളിക്കണോ? നിങ്ങൾ ആരായാലും വായിച്ചോട്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞേ മീൻ പിടിക്കാറുള്ളൂ. ഞങ്ങൾ ഫിഷിങ് കള്ളം പറയാറില്ല. ഞാൻ തുടങ്ങി. ചേറാനായിരിക്കണം എങ്കിലും ഒരു ഗുമ്മുള്ള. ഞാൻ ചേറാനെന്നാ പറഞ്ഞു. അവിടെ വെള്ളം ഉണ്ടോ? ചേറാനാണ് ചേറാൻ കണ്ടോ? നമ്മുടെ രണ്ടാമത്തെ ചേറാൻ അല്ലെ, ഹെവി സാധനം. എൻ്റെ പൊന്നു മക്കളെ എന്ത് ചെയ്യാനെന്ന് പറയാം. രണ്ടാമത്തെ ചേറാൻ നമ്മൾ 4 വരാലും പിടിച്ച്. മുമ്പ് ഞാൻ പിടിച്ചത് ഞാൻ ചേറാനെന്ന് പറഞ്ഞാൽ പിടിച്ചു. അപ്പോൾ ഇവൻ വന്നപ്പോൾ വരാൽ ഇടയ്ക്ക് കയറി. അപ്പോൾ നിങ്ങൾ നോക്കിയോ, അപ്പം ആ ഇടയ്ക്ക് കയറി ഞാൻ അടിക്കാൻ സമ്മതിച്ചില്ല. ആ വരാൽ മാറിയപ്പോൾ കണ്ട ഒരു 1.5 കിലോയുള്ള പാടക്കൻ ചേറാൻ. നോക്കി ഇവിടെ കിടക്കുന്നതിനെല്ലാം എന്ത് പോട്. എനിക്ക് അങ്ങനെ ഗ്രിപ്പറിനകത്ത് നിന്ന് പഴച്ച് കഴിഞ്ഞാൽ ചിറി അങ്ങ് കീറും. പിന്നെ കുളത്തിൽ കൊണ്ടുവിടുമ്പോഴത്തേന് നീ ചത്തു പോകും. നിങ്ങൾ ചാകരുത്, ഞങ്ങൾക്ക് സെയിൽ ചെയ്യണമല്ലോ. നിങ്ങൾ വിളച്ചെടുക്കാൻ. ഓക്കെ കേട്ടോ, നല്ല കിടുക്കൻ ഒരു 1.5 കിലോ റേഞ്ചുള്ള ഒരു അടിപൊളി ചേറാൻ കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ ഇനി ഞങ്ങൾ തകർക്കും. രണ്ടാമത്തെ ചേറാൻ നിങ്ങൾക്ക് എടുത്തിടാം, കാണിച്ചു തരാം.
അടിപൊളി ഹുക്കപ്പായിരുന്നു. കൊല്ലി വെക്കാം. ഹുക്കപ്പ് സെയിം ഫ്രോഗ് തന്നെ കേട്ടോ, ഫ്രോഗൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. സെയിം ഫ്രോഗ്, 2 ഹുക്കും അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് കണ്ടോ. സെയിം ഫ്രോഗ്, ഒരു മാറ്റമില്ല. നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ എറിയുന്നത്, നമ്മൾ ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല കണ്ടോ. നീ അല്ലേ കൊച്ചൻ കളയും. കൊല്ലി നിറഞ്ഞു പോയി, കൊല്ലി നിറഞ്ഞു. അങ്ങോട്ട് അങ്ങോട്ട് നീക്കിറേ. ഇനി എന്താ വേണ്ട, ആർക്കെന്താ വേണ്ടേ? പറഞ്ഞു ആർക്കും മണലോ വേണം. അവരുടെ ലീവാണ് കഴിച്ചത്, അവർക്ക് അടുത്ത ആഴ്ചയിലേ വരത്തുള്ളത് പറഞ്ഞായിരുന്നു. നമുക്ക് ഒരു ചേറാനവിടെ കിട്ടുമോ നോക്കാം കേട്ടോ. എന്താ മപ്പ് ഫ്രോ ആ കഴിച്ചു വിസാട്. വാങ്ങിയോ കളത്തി നോക്കിയോ, ഇത് ചേരാൻ വേദന കണ്ടോ. ഇങ്ങനെ ഇറമ്പ് വരുമ്പോൾ ഇങ്ങനെ കുലുക്കണം, അങ്ങനെ ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടി ഓട്ടത്തുള്ള മീൻ പിടിച്ച് പിടിച്ചാണോ വഴിയായി അവിടെ, ആർക്കെല്ലാം നടന്നു പോകുന്നത്. തിരിവ് നോക്കണം, ടാസ്ക് ചെയ്യുക ഫ്രോഗൊന്നും വന്നേ വന്നേ വന്നേ. ഇപ്പോൾ കഴിച്ച് നമ്മൾ വേണ്ടേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പം എന്താണ് നമ്മൾ പിടിച്ച മീനുണ്ട്, മീനെ കാണിച്ചാൽ കണ്ടോ, കൊല്ലി നിറച്ച മീനാണ് കണ്ടോ ഗൈസ്. നമ്മൾ ഈ എത്ര മീനുണ്ട്, 6 മീനുണ്ട്. അതായത് 4 വരാലും 2 ചെറുമീനുണ്ട്. നമുക്ക് ഒരെണ്ണം 1 കിലോ 1.5 കിലോ റേഞ്ച് ഉണ്ട്, ഒരെണ്ണം ഒരു 2.25 കിലോ മേളിൽ റേഞ്ചുള്ള സാധനമാണ് കേട്ടോ. നമുക്ക് അടിച്ച ലൊക്കേഷനാണ് ഈ ബാക്കി കാണുന്നത്. അപ്പോൾ നമ്മൾ വേണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനുണ്ട്, നമ്മുടെ അനിയനുണ്ട്, നമ്മുടെ ചങ്ങാതിയുണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ. ഇതാണ് നമ്മൾ പിടിച്ച 6 മീനുണ്ട് കേട്ടോ. 2 ചേറാനും 4 വരാലും ഉണ്ട് കൊല്ലിക്കകത്ത്. ഇവിടെ എടുത്ത് കുടഞ്ഞിടാനൊന്നും പറ്റത്തില്ല, ഇതുണ്ട് താഴെ വലിയ കുഴിയാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ ചെറുക്കം തന്നെ ഞാടേണ്ടി വരും. 4 വരാൽ 2 ചേർന്ന് അടിപൊളി.